ഇന്ന് രാവിലെ മടി പിടിച്ച് എണീറ്റപ്പോൾ ഇനി എന്ത് കഴിക്കാനുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വെളിയിൽ നോക്കി നിന്നപ്പോഴാണ് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പുലാവ് എന്താണെന്നല്ലേ, ഞങ്ങളുടെ കോളേജിൽ സാധാരണ സൺഡേകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡിഷാണ് പുലാവ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എനിക്കിന്ന് പുലാവ് കഴിക്കണമെന്ന്. അപ്പം തന്നെ എന്ത് ചെയ്തു, അരി ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ ഞാൻ ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് അരി ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് അങ്ങ് കുതിർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷാൻജിയുടെ ചാനൽ ഓപ്പൺ ആക്കി വെച്ചു. സാധാരണ ഈ ചാനലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചില ഡിഷസൊക്കെ ഉണ്ടാക്കാറ്. നമുക്കറിയാൻ വയ്യാത്തതാണെങ്കിലും നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നല്ലതായിരിക്കും. പിന്നെ രാവിലെ നെയ്യ് തപ്പി നടന്ന് കുറച്ച് സമയം ലേറ്റ് ആയെങ്കിലും ഞാനതൊന്നും ഇതിൽ പറയുന്നില്ല. ഞാൻ ആ നെയ്യൊക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു. കാരണം ബിരിയാണി വെക്കാൻ അന്ന് ഒരു പാക്കറ്റായിട്ട് കിട്ടിയതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയെല്ലാം അതിലിട്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ നെയ്യ് പോരാന്ന്. എന്നാൽ പിന്നെ കുറച്ച് ഡാൽഡ ഉണ്ട്, അതും കൂടി ഇട്ട് നോക്കാം. ഡാൽഡ നമ്മുടെ പുലാവിൽ ഇടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങ് ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ണിലോട്ടിങ്ങനെ ഈ ഉള്ളിയുടെ ക്രാണം എന്ന് പറയും, അതിങ്ങനെ അടിച്ച് കയറി നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും. പക്ഷെ നമ്മളതിലൊന്നും വിട്ടു കൊടുക്കത്തില്ല, നമ്മളങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇളക്കി ഏകദേശം ഒരു മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് പൊടിവകളൊക്കെ ചേർക്കാനുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പൊടിവകൾ ചേർത്തത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പൊടിവകൾ എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് പയറല്ല നമ്മൾ സാധാരണ ഇടേണ്ടത് ബീൻസാണ്. ബീൻസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ അരി ഉണ്ടല്ലോ, അത് ഞാനൊരു പാത്രത്തിലൊന്ന് തോരാൻ വെച്ചിരുന്നായിരുന്നു, അതും കൂടി ഇതിലോട്ടിട്ടൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു തീയിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് മൊരിച്ചല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കൂടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ ഷാൻജിയോ പറഞ്ഞത്. എന്നാൽ പിന്നെ അത് നമുക്ക് ഫോളോ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇതിട്ട് നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കി ഒക്കെ എടുക്കുന്നുണ്ട്. എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള പാകത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം 4 ഗ്ലാസ് വെള്ളം നമുക്കിനി വെക്കണം. അങ്ങനെ 4 ഗ്ലാസ് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. ഇതിൽ പറയുന്നത് ഒരു 9 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യണമെന്നാണ്, പക്ഷേ എനിക്കതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ ആവശ്യത്തിന് നാരങ്ങാനീരെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ചോറൊക്കെ ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പാചകം ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോവല്ലോ, നമുക്കങ്ങനെ ആവണ്ടല്ലോ എന്ന് കരുതി ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ അടച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കുക്കറിൻ്റെ ആ സ്റ്റിക്കറൊക്കെ കത്തുന്നത് കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കറി നേരത്തെ ഉണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പുലാവ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എൻ്റെ ഭർത്താവിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.